ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വി ഗാർഡിൻ്റെ ഇൻവെർട്ടറും അതിൻ്റെ വി എയും വാട്ട്സും കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതും ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വി ഗാർഡിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇൻവെർട്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സോളാർ ടൈപ്പ് വരുന്നുണ്ട്, അല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എംബ്ലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അതായത് 2 ബാറ്ററി വേണമെങ്കിൽ 2 ബാറ്ററി, ഒരു ബാറ്ററി വേണമെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ബാറ്ററി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വി ഗാർഡിൻ്റെ തന്നെ ബാറ്ററി C20 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. C10 ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാറിന് കൊടുക്കുന്ന ബാറ്ററിക്കാണ് C10 ബാറ്ററികൾ. ഇത് C20 ആണ് ഉപയോഗിക്കുന്നത്. നോർമൽ ലെവലുള്ള ബാറ്ററിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ AH കൊടുത്തിരിക്കുന്നത് 165 AH ആണ് വന്നിരിക്കുന്നത്. 165 AH. അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ കണ്ടോ, 54 മാസമാണ് വന്നിരിക്കുന്നത്. 154 AH ആണ് കേട്ടോ. 154 AH, 54 മാസം വി ഗാർഡിൻ്റെ തന്നെയാണ് ബാറ്ററി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്ററിയുടെ എങ്ങനെയാണ് അതിൻ്റെ വെള്ളം കറക്റ്റ് ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യണം. കണ്ടോ, ഈ കാണുന്ന സ്ലോട്ടുകൾ കണ്ടോ, കാണുന്ന അതിൻ്റെ വാട്ടർ ലെവലാണ് അതിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്ന വാട്ടർ ലെവൽ. അതിൽ നിന്ന് താഴേക്ക് അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു വരയാണ് കാണാം ഈ ഗ്ലാസിൻ്റെ മുകളിലായിട്ട്. ആ ലെവലിൽ വേണം നമ്മൾ ആ പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ ലെവലിൽ നിൽക്കണം. അതിന് താഴേക്ക് ഒരിക്കലും വെള്ളം താഴ്ന്നു പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. പുതിയ ബാറ്ററിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 6 മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ വെക്കുന്ന, അതായത് നമ്മൾ വെക്കുന്ന ഏരിയ അനുസരിച്ചിട്ടായിരിക്കും. വീടിൻ്റെ അകത്താണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു 6 മാസം ഒക്കെ നമുക്ക് എങ്ങനെ വന്നാലും വെള്ളം ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല, നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം നല്ലതാണ്. വെള്ളം ഫില്ല് ചെയ്തത് എങ്ങനെയാണെന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ കണക്ഷൻസ് നോക്കുക. 12 വോൾട്ടാണ് വന്നിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ, ബാറ്ററിയിലേക്കുള്ള കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്ലസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ റെഡ് വയർ പ്ലസ് എന്ന് മാർക്ക് ചെയ്ത് ബാറ്ററിയുടെ പ്ലസ് വയറും, മൈനസ് എന്ന് മാർക്ക് ചെയ്ത് ബാറ്ററിയുടെ മൈനസ് പൊസിഷനും. അത് ഒരിക്കലും മാറിപ്പോകരുത്. പിന്നെ ഔട്ട്പുട്ട് വന്നിരിക്കുന്ന പ്ലഗാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ട്സ് ഒന്ന് നോക്കാം. അതായത് VA എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി അറിയാൻ പറ്റും കേട്ടോ. 1300 VA ആണ്. അപ്പോൾ 950 വാട്ട്സ് ആണ് ഇതിൽ നിന്ന് മാക്സിമം നമുക്ക് എടുക്കാവുന്നത്. 950 വാട്ട്സ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞാലും നമുക്കൊരു 800 വാട്ട്സ് വരെ മാക്സിമം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 750 വാട്ട്സ് വരെ മാക്സിമം കണക്ട് ചെയ്താൽ മതി. എന്നാലാണ് ഇതിന് ഏറ്റവും സേഫ്റ്റി പ്രിക്കോഷൻസ് രീതിയിൽ നമുക്ക് ഓവർ പ്രൊട്ടക്ഷൻ, അതായത് ഓവറായിട്ട് ലോഡ് ഇല്ലാതെ നമുക്ക് ഈ വി ഗാർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും, ഇൻവെർട്ടർ വർക്ക് ചെയ്യിപ്പിക്കുക. അതിന് ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആണ് പുഷ് ബട്ടൺ ഉണ്ടാവും. പുഷ് ബട്ടൺ മറ്റേ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ലോ ബാറ്ററി കാര്യങ്ങൾ അറിയാം, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതാണ് നമുക്ക് വി ഗാർഡിൻ്റെ ഇൻവെർട്ടറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു 1300 VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 950 വാട്ട്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം ഒരു നോർമൽ ലെവലിലേക്കുള്ള വീട്ടിലേക്ക് നമുക്കിത് വളരെ ഇത്രയും തന്നെ ധാരാളമാണ് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കി അറിയാൻ പറ്റുന്ന പണ്ടത്തെ പോലെയല്ല, LED ബൾബ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓവറായിട്ട് വാട്ട്സ് കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോൾ ഒരു 10 വാട്ട്സ് തന്നെ 7 വാട്ട്സിൻ്റെ ബൾബായിപ്പോൾ 70 വാട്ട്സേ മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമൽ ലെവലിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ലെവലിലും അത്യാവശ്യം TV ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ബാക്കപ്പോടുകൂടി നമുക്ക് ഈ ഇൻവെർട്ടർ മതിയാവും. ഇനി അതല്ല, നിങ്ങൾ സോളാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പൊസിഷൻസ് ഒക്കെ മാറ്റേണ്ടി വരും. സോളാർ ഇൻവെർട്ടർ നമ്മൾ സോളാറിന് വെക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സോളാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, സോളാറിന് നോർമൽ ലെവലിൽ ഇൻവെർട്ടറും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാറ്ററി നമുക്ക് സോളാറിന് വേണ്ടി സെപ്പറേറ്റ് ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.